നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന നൃത്തരൂപം മറയൂർ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു നൃത്തരൂപമാണ്. പക്ഷെ നമുക്കിതിന്ന് കാണുമെങ്കിൽ നമ്മൾ മറയൂർ വരെ പോകേണ്ട. നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം ഇങ്ങ് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രധാന ഐറ്റമാണ് മലപ്പുലയാട്ടം. അത് എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഈ ഒരു പുതിയ ഗോത്രകലകൾക്ക് വലിയ പിന്തുണയാണ് ലഭിച്ചത്. വളരെ നന്നായിട്ട് അവർക്ക് അതിൽ താല്പര്യം വരികയും അവരുടെ ചലനങ്ങൾ വരെ ഇപ്പോൾ ഗോത്രകലകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. എന്തായാലും ഞങ്ങൾക്കിതൊരു വലിയ നല്ല തീരുമാനമായിട്ട് തോന്നി, ഈ ഗോത്രകലകളെ ഒന്ന് നല്ല രീതിയിൽ പിന്തുണച്ച് സ്കൂൾ തലത്തിലേക്ക് കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞാൽ മലപ്പുലയാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് ആർട്ട് ഫോംസിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ പാട്ടില്ല, കൊട്ടാണ് മെയിനായിട്ട്. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അട്രാക്ഷനും. ബാക്കി ഐറ്റംസിൽ എല്ലാവരും പാട്ട് പാടും. അപ്പോൾ ആ താളത്തിനനുസരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ നൃത്തം ചെയ്യുന്നത്, എല്ലാവരും ഡാൻസ് ചെയ്യുന്നത്. പക്ഷേ മലപ്പുലയാട്ടത്തിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊട്ടുകാരും ഡാൻസ് ചെയ്യുന്ന ആൾക്കാരും കൂടിയിട്ട് ഒരു കോർഡിനേഷൻ സിങ്കും വേണം. എന്നാൽ മാത്രമേ ആ ഒരു ആർട്ട് ഫോം കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് മലപ്പുലയാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് എടുത്ത് പറയാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് മലപ്പുലയാട്ടം മാത്രമല്ല 3 ഐറ്റംസാണ് ഫോക്ക് ഐറ്റംസ് ഈ സ്റ്റേറ്റിലേക്ക് വന്നതാണ്. പണി നൃത്തം, കളി നൃത്തം, പിന്നെ മലപ്പുലയാട്ടം. അപ്പോൾ അതിൽ പണി നൃത്തത്തിന് ഞങ്ങൾക്ക് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയിലായിട്ട് ഇനി നാളെയോ മറ്റന്നാളായിട്ട് നമ്മുടെ പളി നൃത്തം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാത്തിനും എ ഗ്രേഡാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് നമ്മളുടെ കലോത്സവങ്ങളിൽ ഗോത്ര വിഭാഗത്തിലുള്ള കലകൾ അരങ്ങേറുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് ഈ ഗോത്ര വിഭാഗങ്ങളുടെ കലകൾ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്നം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപങ്ങളാണ്. നമുക്കാണ് തന്നെ ഈ സംഭവം ഫസ്റ്റ് കേട്ടപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു ഇതിനെക്കുറിച്ച്. പിന്നെയാണ് നമ്മളതിനെക്കുറിച്ച് പഠിച്ചു, അറിഞ്ഞു, വായിച്ചു. ഈ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോഴാണ് നമ്മുടെ പത്രങ്ങളിലെ കട്ടിങ്സും കാര്യങ്ങളൊക്കെ കണ്ടതും. പിന്നെ യൂട്യൂബിൽ കുറേ വീഡിയോസ് നമ്മൾ കണ്ടുണ്ടായിരുന്നു. പിന്നെ മാഷന്മാരും ടീച്ചർമാരും ഒക്കെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ മലപ്പുലയാട്ടത്തിനെ കുറിച്ച് അറിഞ്ഞത്. ശരിക്കും വളരെ നല്ലൊരു തീരുമാനമാണ്. കാരണം കുറേ ആൾക്കാർക്ക് അറിയാൻ പറ്റി ഇങ്ങനെ ഒരു ഗോത്രകല ഉണ്ട്, ഇങ്ങനെ കുറച്ച് കലകളുണ്ട്, നമ്മൾ നല്ല രസമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന കലകളാണെന്നുള്ളത് അറിയാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഗോത്രകലകൾ അരങ്ങേറുന്നത് ഇത് സർക്കാരിന്റെ ചരിത്രപരമായ തീരുമാനം. ക്യാമറ പേഴ്സൺ പ്രകാശിനൊപ്പം അഖിലാജി മോഹൻ, കൈരൽ ന്യൂസ് ഓൺലൈൻ.